ഹലോ മൈ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി ചിക്കൻ ബിരിയാണി. വെള്ളിയാഴ്ചക്കല്ല, അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുക വിചാരിച്ച്. അതിനുവേണ്ടി നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്ത് വെക്കണം. ഫസ്റ്റ് ചിക്കൻ ഒരു നാല് പീസാക്കിയിട്ടാണ് ഒരു ചിക്കൻ കട്ട് ചെയ്ത് വെക്കണം. 4 ആൾക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രൈഡേക്കല്ലേ, അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് റെഡിയാക്കണം. ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചിക്കനെല്ലാം കഴുകി വറുത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രാമ്പൂ, പോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ വെക്കാനുള്ള അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിലെടുത്ത ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരു 2-3 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. അതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം. മാഗി ക്യൂബ് 2 എണ്ണം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയ ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്നും ജസ്റ്റ് ഇളക്കി ഒന്ന് 10 മിനിറ്റ് വേവിക്കാം. നല്ല വെന്ത് സെറ്റാവുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ബിരിയാണി മസാല, ഹൈദരാബാദി ബിരിയാണി മസാല നമ്മൾ മേടിച്ചിരിക്കുന്നത് അതിൽ ഇട്ട് കൊടുക്കാം. 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തു. വേറൊന്നും ഇടണ്ട, അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇളക്കിയിട്ട് നമുക്ക് പച്ചമണം മാറാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ചൊരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ച കുറച്ച് ഉള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ച കുറച്ച് മല്ലിയില അതിന് മേലെ ഇട്ട് കൊടുക്കാം. മല്ലിയില, പുതിന എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടി അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ബട്ടറിൻ്റെ തേങ്ങാപ്പാലാണ്, റെഡിമെയ്ഡ് തേങ്ങാപ്പാലാട്ടോ. അതൊന്നിട്ട് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത ശേഷം അടച്ചു വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. ചിക്കൻ്റെ വെള്ളം അതിലേക്ക് ഇറങ്ങി സെറ്റായി വരും. 10-20 മിനിറ്റ് വേവിച്ചെടുക്കുക. ആ തേങ്ങാപ്പാലിൽ സാധനം വെന്ത് സെറ്റായി കിട്ടണം. നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നല്ല വെള്ളമൊക്കെ ഇറങ്ങി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഡാൽഡ കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് ചൂടൊക്കെ പരിപാടിയാണ്. അതിൽ ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, പെരിഞ്ചീരകം എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഡാൽഡയും നെയ്യും കൂടിയാണ് ഒഴിച്ച് കൊടുത്തത്. ഡാൽഡ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അത് വീഡിയോയിൽ കാണിച്ചില്ല. ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് അരിഞ്ഞ് വെച്ച നെയ്യ് കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തു. കുറച്ച് ഉള്ളി, കുറച്ച് ക്യാരറ്റ് ഇതെല്ലാം കൂടെ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു അരി വാർത്ത വെച്ച അരി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് 10 മിനിറ്റ് നെയ്യിൽ കിടന്നിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുക. അരിയെല്ലാം ചോറെല്ലാം വന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ദം ചെയ്യാനുള്ള പരിപാടി നോക്കണം. ദം ചെയ്യാൻ്റെ മേലെ, കറിയുടെ മേലെ നമുക്ക് ചിക്കൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാം. ദമ്മയുടെ പരിപാടിയാണ്.
ചോറിട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില പുതിന ഇല എല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചാൽ ഇട്ട് കൊടുക്കണം. ഒരു ലെയർ, 2 ലെയറായിട്ട് ചെയ്യണുണ്ടോ. ഒരു ലെയർ നമ്മൾ കാണിക്കുന്നുള്ളൂ. കുറച്ച് ക്യാരറ്റ് അതിന് മേലെ കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. വറുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 ലെയറായിട്ട് ചെയ്യണം. 2 ലെയറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള ബിരിയാണി നമുക്ക് സെറ്റായി കിട്ടും ഉണ്ടാവും. എന്നിട്ട് ദം ചെയ്യുക. ഒരു 10 മിനിറ്റ് ദം ചെയ്യുക. ദം ചെയ്യുമ്പോൾ കുറച്ച് തേങ്ങാപ്പാലും കൊണ്ട് തേച്ച് ഒഴിച്ച് കൊടുക്കണുണ്ടോ ദം ചെയ്യുമ്പോൾ. അപ്പോൾ ദം ചെയ്ത് ഒരു 10 മിനിറ്റ്. അതിന് ശേഷം കുറച്ച് ഇതും കൂടി ഇട്ട് കൊടുക്കണം. എസൻസ്, പൈനാപ്പിൾ എസൻസും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് അടിയിലൊരു ദോശക്കല്ലെന്ന് വെച്ചിട്ട് ദം ചെയ്യാൻ വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ദം ചെയ്തെടുത്താൽ നമ്മുടെ ബിരിയാണി സെറ്റായി കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.